നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനെ അദ്ദേഹത്തെ കാലങ്ങളായി വ്യക്തിപരമായി കൂടി എനിക്കറിയാം. അദ്ദേഹം കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ കറകളഞ്ഞ ഒരു നേതാവാണ്. വിവിധ സമരമുഖങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ട് ഞാനും. എന്തൊക്കെയായാലും ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഇവിടെ ഒന്നും ചെയ്തില്ല, ഇദ്ദേഹം പ്രസ്താവനകൾ മാത്രമേ നടത്തുന്നുള്ളൂ എന്ന് പറഞ്ഞ് ചില കോൺഗ്രസ് എംബോക്കികൾ അതിലെയും ഇതിലെയും നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പ് പോലും ഏതാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത കോൺഗ്രസ്സുകാരാണ് ഈ പറഞ്ഞ് നടക്കുന്നത്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതിനു ശേഷം, കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം കേരളത്തിലെ മത്സ്യമേഖലയ്ക്ക്, അതായത് അദ്ദേഹം മത്സ്യമേഖലയുടെ ചുമതലയുള്ള കേന്ദ്ര മന്ത്രി കൂടിയാണ്. അപ്പം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് BJP നേതാവും ചർച്ചകളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യവുമായ ശ്രീ VP ശ്രീപത്മനാഭൻ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. പോസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെ ചെയ്തു ജോർജ് കുര്യൻ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് ഒരു വർഷം പിന്നിട്ടപ്പോൾ കേരളത്തിന് വേണ്ടി ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങൾ, ഈ 3 മന്ത്രാലയങ്ങളുടെ ചുമതലയാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യന് ഉള്ളത് എന്ന് കോൺഗ്രസ്സുകാർ ഒന്ന് ഓർത്തു വെച്ചോളൂ. അനുവദിച്ച 1000-ലധികം കോടി രൂപയുടെ പദ്ധതികളുടെ വിശദ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഒരു വകുപ്പിൽ നിന്ന് ഒരു വർഷം മാത്രം കിട്ടിയ പദ്ധതികൾ ആണിത്. 55 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും 5 വർഷം ഇരു മുന്നണികളും ചേർന്ന കേന്ദ്രം ഭരിച്ചിട്ടും ഇതിന്റെ 100 പോലും കേരളത്തിന് കിട്ടിയില്ല. കേരളത്തിലെ മത്സ്യമേഖല എന്ന് പറയുന്നത് വളരെ സജീവമാണ്. തീർച്ചയായിട്ടും മത്സ്യമേഖലയ്ക്ക് പിന്തുണ കൊടുക്കേണ്ടത്, എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെയും ചുമതലയാണ്. ഒന്ന്, മുതലപ്പുഴി ഹാർബർ 906 കോടി രൂപ, ആർത്തുങ്കൽ ഹാർബർ 161 കോടി രൂപ, കാസർഗോഡ് ഹാർബർ 71 കോടി രൂപ, പൊന്നാനി 19 കോടി, പുതിയാപ്പ 17 കോടി, കൊയിലാണ്ടി 20 കോടി, തോപ്പുംപടി ഹാർബർ 169 കോടി. കാലാവസ്ഥാ കെടുതികൾ പരിഹരിക്കാൻ 6 മത്സ്യത്തൊഴിലാളി വില്ലേജുകൾക്ക് 12 കോടി രൂപ വീതം കേന്ദ്ര സർക്കാരിൽ നിന്ന് വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് അനുവദിച്ചു. കോഴിക്കോട്, ആലുവ അത്യന്താധുനിക ഫിഷ് മാർക്കറ്റുകൾ 2 അതിന് 2 കോടി രൂപ. 9 മത്സ്യത്തൊഴിലാളി വില്ലേജുകളെ ആധുനികവൽക്കരിക്കാൻ 62 കോടി രൂപ. 42 യൂണിറ്റ് കൃത്രിമ പവിഴപ്പുറ്റ് സങ്കേതങ്ങൾ നിർമ്മിക്കാൻ 14 കോടി രൂപ. പാലക്കാട് എലപ്പുള്ളി ഫിഷറീസ് പ്രൊജക്ട് 8 കോടി, ഡയറി ഉൽപ്പന്ന ശാക്തീകരണ യൂണിറ്റുകൾ 8 കോടി, ജന്തുരോഗ നിവാരണ പദ്ധതി മൊബൈൽ യൂണിറ്റുകൾ 21 കോടി. കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ പശുവിന്റെ ആംബുലൻസ് പരിഹസിച്ച് വിളിക്കുന്നവരങ്ങനെയാണ്. ദേശീയ ഡയറി വികസന പദ്ധതി വിഹിതം 15 കോടി. ദേശീയ ഗോകുൽ മിഷൻ പശു തൊഴുത്ത് നിർമ്മിക്കാനുള്ള പദ്ധതി 24 കോടി. പേപ്പട്ടി നിർമ്മാർജ്ജന പദ്ധതി കോട്ടയം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഏതാണ്ട് 3.5 കോടി രൂപ വീതം. ഇത് പ്രാഥമികമായ ഒരു കണക്ക് മാത്രമാണ്. എന്തായാലും 1000-ലധികം കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് സാധാരണ അനുമതി നടക്കുന്നത് പോലെയല്ല, കൃത്യമായി അനുമതി നടന്ന് പദ്ധതികൾ നടപ്പിലാക്കുക കൂടി ചെയ്യുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ 1073 കോടി രൂപയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഈ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് സാധ്യമാക്കിയത്. കാരണം ഇത് സാധാരണക്കാരായ ആളുകളാണ്. അവരെ, മത്സ്യത്തൊഴിലാളികൾ, ക്ഷീരകർഷകർ, അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത്, അവർക്ക് വേണ്ട പദ്ധതികൾ കൊണ്ടുവരേണ്ടത്, അവർക്ക് വേണ്ട പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സുഗമമാക്കേണ്ടത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. ഇതുവരെ ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അതായത് ഇദ്ദേഹം മന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് മുൻപും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അത്ര കാര്യക്ഷമമാണോ എന്ന് നമുക്കറിയില്ല. എന്നാൽ പോലും ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷമല്ലേ ഇത്രയും കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി മാത്രം 1073 കോടി രൂപയിലധികം ഉള്ള പദ്ധതികൾ കേരളത്തിന് വേണ്ടി മാത്രം കൊണ്ടുവന്നത്. ഇതാദ്യമായിട്ടാണ്, നടാടെയാണ്. അപ്പം ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയായി പോയി കഴിഞ്ഞാൽ സ്വന്തം സംസ്ഥാനത്തിന് വേണ്ടി, സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. അത് ശ്രീ ജോർജ് കുര്യൻ ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. ഇല്ല എന്നാരെങ്കിലും പറയട്ടെ, മത്സ്യത്തൊഴിലാളികൾ പറയട്ടെ, ഈ പറഞ്ഞ പദ്ധതികളൊക്കെ വെറുതെയാണ് എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയട്ടെ, ആരും പറയില്ല. കൃത്യമായി തന്നെ ഇവിടെ കേരളത്തിൽ മത്സ്യഫെഡ് ഉണ്ട്, ഇവിടെ മറ്റ് വകുപ്പുണ്ട്, അതുണ്ട് ഇതുണ്ട്, കൊടുക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ പോലും ഇത്രയും ബൃഹത്തായ പദ്ധതികൾ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ക്ഷീരകർഷകർക്ക്, അവരൊക്കെ തന്നെ സത്യം പറഞ്ഞാൽ തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹമായി കൂടി കരുതിയവരാണ്. ഇവിടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്ന് പറയുമെങ്കിലും ഈ മത്സ്യകൃഷി, അതുപോലെ പശുകൃഷി ഒക്കെ തന്നെ വലിയ തോതിൽ നടക്കേണ്ടതാണ്, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ ഇപ്പോഴാണ് പ്രാവർത്തികമായത്. കോൺഗ്രസ്സുകാർ 55-60 കൊല്ലം ഭരിച്ചിട്ടും ഇവിടെ ഒരു ചുക്കും നടന്നില്ല. മത്സ്യത്തൊഴിലാളികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്, പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരാണ് എന്നാണ് പറയുന്നത്. അവരൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇപ്പോഴല്ലേ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായത്, നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായത്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സുകാരത് കാണാത്തത്
അല്ലെങ്കിൽ അറിയാത്തത് ഇവിടുത്തെ ജനങ്ങളുടെ കുറ്റമല്ല. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.